തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഹരിതകർമ്മസേനാംഗത്തെ കൌൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. ബിജെപി കൌൺസിലർ മഞ്ജു പി വിക്കെതിരെയാണ് പരാതി. ഹരിതസേനാംഗങ്ങളുടെ 3 ലക്ഷം രൂപ കൌൺസിലറുടെ സുഹൃത്ത് തട്ടിയെടുത്തു എന്നും ഇവരെ കൌൺസിലർ സംരക്ഷിക്കുന്നു എന്നും പരാതിയിൽ പറയുന്നു. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വേതനം നൽകേണ്ട 3 ലക്ഷം രൂപയാണ് തട്ടിയത്. ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും തനിക്കെതിരെ വന്ന ആരോപണത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കൌൺസിലർ മഞ്ജു പി വി പറഞ്ഞു. വിഷയത്തിൽ നഗരസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ തർക്കമുണ്ടായി. പരാതിയിൽ മേയർ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, എന്താണ് ഈ പരാതി? അമൃത, ഈ ഹരിതകർമ്മ സേനാംഗമാണ് ഈ കൌൺസിലർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലാണ് ഈ സംഭവം. പുന്നയ്ക്കാമുകൾ വാർഡ് കൌൺസിലർ മഞ്ജു പി വിക്കെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്നത്. ഹരിതകർമ്മ സേനാംഗത്തെ പ്രതിഭ എന്ന സ്ത്രീയാണ്, ഹരിതകർമ്മ സേനാംഗമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയാണ് നൽകിയിട്ടുള്ളത്. ഈ കൌൺസിലറുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള കൺസേഷൻ പ്രസിഡന്റ് 3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി, കൺസേഷൻ സെക്രട്ടറി ജയലക്ഷ്മി 3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് ഈ കൌൺസിലർ കൂട്ടുനിന്നു. ഈ വിഷയത്തിൽ പരാതി മേയർക്ക് നൽകിയപ്പോൾ തന്നെ നാട് കടത്തുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയാണ് പ്രതിഭ മേയർക്ക് നൽകിയിരിക്കുന്നത്. മാസങ്ങളായി വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ശമ്പളം വൈകുന്നത് കൌൺസിലർ അറിഞ്ഞിട്ടില്ലെന്നും ഈ കൌൺസിലർക്കെതിരെ ആരോപണമുണ്ട്. എന്നാൽ പണം തട്ടിയെടുത്തത് പുറത്തു പറഞ്ഞാൽ നാട് കടത്തുമെന്നാണ് ഈ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഈ കൌൺസിലർ ഭീഷണിപ്പെടുത്തിയത്. പ്രതിഭ എന്ന ഒരു ഹരിതകർമ്മ സേനാംഗം മേയർക്ക് ഇതിൽ പരാതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ തന്നെ കള്ളക്കേസിൽ കുടുക്കുമെന്നും പിന്നെ ഈ കൌൺസിലർ ഭീഷണിപ്പെടുത്തിയതായും ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ പരാതിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ അതേസമയം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇത്തരത്തിൽ അവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തള്ളിയിരിക്കുകയാണ് ബിജെപി കൌൺസിലർ കൂടിയായ പി വി മഞ്ജു. ഇവർ പറയുന്നത് സംഭവത്തിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല, താൻ ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത്തരത്തിൽ തനിക്കെതിരെ വന്ന ആരോപണത്തിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പി വി മഞ്ജു പറയുന്നത്. ഈ സംഭവത്തിൽ നഗരസഭയിൽ നടന്ന ചർച്ചയിൽ വലിയ തരത്തിലുള്ള തർക്കമുണ്ടാവുകയും തുടർന്ന് ബിജെപി കൌൺസിലർമാർ പ്രതിഷേധിക്കുകയും ഒക്കെ ഉണ്ടായി. പക്ഷേ വിഷയത്തിൽ മേയർ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അമൃത.